പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞപ്പോ ഇന്ന് ജോലിക്ക് വരുന്നില്ലാന്ന്. എന്തിനാ ലീവ് എടുക്കുന്നെന്ന് ചോദിച്ചപ്പോ ഉത്തരവും ഇല്ല. ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. എന്താ രേവതി, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. വീട്ടില് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, കല്യാണം ഇങ്ങ് അടുത്തതിന്റെ ടെൻഷനാ. നിഷ ചേച്ചി, കരുനാഗം വരുന്നതിന് മുമ്പ് നമുക്ക് നറുക്കെടുപ്പ് തുടങ്ങാം. കരുണാകരൻ സാർ ഇവിടെ ഇല്ലെങ്കിലും കരുണാകരൻ സാറിന്റെ അസിസ്റ്റന്റായ ഞാനിവിടെ ഉണ്ട്. അയാളുടെ അസിസ്റ്റന്റായ നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ? ആനയെ മാത്രം പേടിച്ചാ പോരെ, ആന പിണ്ടത്തെയും പേടിക്കണം. ഈ സ്ഥാപനം ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചിട്ടിയും കുലുക്കുത്തും പന്നിമലത്തും കളിക്കാനല്ല. അന്താക്ഷരി കളിച്ചതിന്റെ അനുഭവം ഓർമ്മ ഉണ്ടല്ലോ. പോയി ജോലി, ഇല്ലെങ്കിൽ ഞാനിത് കരുണാകരൻ സാർ വരുമ്പോ പറഞ്ഞു കൊടുക്കും. എടാ പ്രിയ, ഞാൻ അവന്റെ ചെപ്പക്കുറ്റിയൊക്കെ ഒരെണ്ണം കൊടുക്കട്ടെ. എന്താ നിന്റെ അഭിപ്രായം? ഇങ്ങനെ പോയവന് വൈകാതെ കിട്ടും. രഘു, കരുണാകരൻ സാറിനോട് നീ പറയോ പറയാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ജോലി സമയം തുടങ്ങാൻ ഇനിയും 15 മിനിറ്റ് ഉണ്ട്. അതുവരെ ഞങ്ങളെ ഭരിക്കാൻ നിനക്കെന്നല്ല, കരുണാകരൻ സാറിനെന്നല്ല, PKR സാറിന് പോലും അധികാരമില്ല. ഉഷ ചേച്ചി, ഇവൻ പറയുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നറുക്കെടുക്ക. കരുണാകരൻ സാർ ചോദിച്ചാ ഞാൻ പറഞ്ഞോളാം. ഇതിന് നിങ്ങൾ അനുഭവിക്കും. രഘുവാ പറയുന്നേ. ഇനി വൈകിക്കണ്ട. കരുനാഗം കയറി വരുമ്പോ നമ്മൾ നറുക്കെടുക്കുന്നത് കാണണ്ട. വേഗം തുടങ്ങാം.